മൊഗ്രാൽ ബ്രാൻഡിൽ റെഡിമെയ്ഡ് വസ്ത്രവ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് അഷ്റഫാണ് ജന്മനാടായ മൊഗ്രാലിനെ ആഗോള പ്രശസ്തിയിൽ എത്തിക്കുന്നത്. പിറന്ന നാട് കാതങ്ങളകലെയാണെങ്കിലും മുഹമ്മദ് അഷ്റഫ് പറയും തന്റെ നാടിന്റെ സ്നേഹം തന്നോടൊപ്പം ദുബായ് നായിഫിലെ ഈ തെരുവിലുണ്ടെന്ന്. കാസർകോട് മൊഗ്രാൽ സ്വദേശിയായ മുഹമ്മദ് അഷ്റഫിന്റെ ഈ വാക്കുകൾ അനുഭവിച്ചറിയണമെങ്കിൽ നായിഫ് റോഡിലെ ഗോൾഡൻ എലിഫന്റ് എന്ന തുണിക്കടയിലെത്തണം. മാപ്പിളപ്പാട്ടിനെയും ഫുട്ബോളിനെയും സ്നേഹിക്കുന്ന മൊഗ്രാൽ എന്ന കാസർകോടൻ ഗ്രാമത്തെ ഒരു ആഗോള ബ്രാൻഡായി പരിചയപ്പെടുത്തുകയാണ് മുഹമ്മദ് അഷ്റഫ് എന്ന പ്രവാസി ഇവിടെ. വർഷം മുൻപാണ് അഷ്റഫ് ദുബൈയിലെത്തി റെഡിമെയ്ഡ് വസ്ത്രവ്യാപാരത്തിലേക്ക് കടന്നത്. ടീഷർട്ടിലും ഷർട്ടിലും ജീൻസിലുമെല്ലാം മൊഗ്രാൽ എന്ന ഗ്രാമത്തിന്റെ പേര് ചേർത്തുവെച്ച് അതിനെ ഒരു ആഗോള ബ്രാൻഡാക്കിയിരിക്കുകയാണ് അഷ്റഫ് ഇവിടെ. ഇവിടെ എത്തുന്ന ആഫ്രിക്കക്കാരാണ് മൊഗ്രാൽ ബ്രാൻഡിനെ ഏറെ ഇഷ്ടപ്പെടുന്നത്. ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ന് മൊഗ്രാൽ എന്ന ടെക്സ്റ്റൈൽ ബ്രാൻഡിന് പെരുമയേറെ. മൊഗ്രാൽ എന്ന പേരിനെക്കുറിച്ച് കൗതുകത്തോടെ ചോദിക്കുന്ന ആഫ്രിക്കക്കാരടക്കമുള്ള വിദേശികളോട് മുഹമ്മദ് അഷ്റഫ് തന്റെ ഗ്രാമത്തെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചു തുടങ്ങും. ആ പാട്ടിന്റെ നാടായതുകൊണ്ടും ആ നാടിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ തോന്നിയത്. പല രാജ്യക്കാരും ചോദിക്കാറുണ്ട് എന്താണ് ഈ മൊഗ്രാൽ. കേരളത്തിലെ വില്ലേജ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആകുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ എത്തുന്ന ഓരോ ആഫ്രിക്കക്കാരനും മൊഗ്രാൽ തന്റെ ഇഷ്ട ബ്രാൻഡായി കഴിഞ്ഞു. I'm from Angola. I like the village. I like the Mogrel. 30 ദിർഹം മുതലാണ് മൊഗ്രാൽ ബ്രാൻഡിലുള്ള ടീഷർട്ടുകളുടെ വില. മരുഭൂമിയിൽ അധ്വാനിച്ചു നേടിയ വിജയവീതിയിലും മൊഗ്രാൽ എന്ന സ്വന്തം ഗ്രാമത്തെ ചേർത്തുപിടിക്കുകയാണ് ഈ പ്രവാസി. ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ, ദുബായ്. ഡിസംബർ 10 തിരിതെളിയുന്ന 11ാമത് ദുബായ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. മാധ്യമപ്രവർത്തകർക്കും ചലച്ചിത്ര രംഗത്തുള്ളവർക്കും വിദ്യാർത്ഥികൾക്കുമാണ് രജിസ്ട്രേഷൻ. ഇന്ത്യയിലടക്കം 81 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന മേളയിൽ അറബ് മേഖലയിലെ സിനിമാ വളർച്ച വ്യക്തമാക്കുന്നതാകും സിനിമകൾ.